ഇന്ന് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ സ്ഥിരം ഐറ്റത്തിൽ നിന്ന് മാറ്റി പിടിച്ചാലോ എന്നൊരാലോചന. അപ്പോൾ ഒരു ചിക്കൻ പെരട്ടായാലോ? വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അപ്പോൾ ചിക്കൻ പെരട്ടിന് നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് ഇളക്കുക. അപ്പം നല്ലോണം ചൂടായിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചുമയ്ക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാവും. ഇനി ഇതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ പെരുംജീരകം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത്, അതുപോലെ കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഇതിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ആൾ നമ്മുടെ സവാള. ഇത് കുനുകുന അരിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം തോന്നി. അപ്പോൾ നിങ്ങൾ കുനുകുന അരിഞ്ഞിടുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വഴറ്റില്ല. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒന്ന് വഴന്ന് ശരിയായി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 1-ാം പാൽ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഈ പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മളല്ലെങ്കിൽ 2-ാം പാലിൽ വേവിച്ചിട്ട് 1-ാം പാൽ ലാസ്റ്റ് ഒഴിക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരൊറ്റ പാൽ എടുത്തിട്ടുള്ള പാൽ ഇതിലൊഴിച്ചിട്ട് ഇതിലാണ് ഈ ചിക്കൻ കിടന്ന് വേവുന്നത്. ഓക്കെ, അടച്ചു വെച്ചിട്ട് വേവിക്കുക. സ്ലോ ആയിട്ട് ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അതൊന്ന് തുറന്ന് വെച്ച് വറ്റിക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാലയും അതുപോലെ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും തൂക്കി, പിന്നെ കരിവേപ്പില ബുക്കെയാണ് കേട്ടോ, പക്ഷേ ഇവിടെ കുറവായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വരാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉള്ള 2-3 ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ എന്താ, പ്ലേറ്റ് എടുക്കുക, ചോറ് വിളമ്പുക, ചിക്കൻ കറി വിളമ്പുക, നല്ലോണം ഉരുട്ടി അങ്ങോട്ട് കഴിക്കുക.